السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. സൂറത്തുൽ ഹുജറാത്ത് മദീനയിൽ അവതരിപ്പിക്കപ്പെട്ട സൂറത്താണ്. മാത്രമല്ല സൂറത്തുൽ ഹുജറാത്തിന്റെ പ്രത്യേകതകൾ നാം പരിശോധിച്ചു നോക്കുമ്പോൾ, നാം കിതാബുകളിലൂടെയൊക്കെ പരിശോധിച്ചു നോക്കുമ്പോൾ ധാരാളം അഖ്ലാഖുകളെ പറയുന്ന സൂറത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട കുറെ അഖ്ലാഖ് പറയുന്ന സൂറത്താണ്. തഫ്സീറിൽ കാണാം സൂറത്തുൽ ഹുജറാത്തിന് സൂറത്തുൽ അഖ്ലാഖ് എന്നൊരു പേരുകൂടെ ഉണ്ട് എന്ന് തഫ്സീറിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അത്തരത്തിൽ ഒരു സാമൂഹികമായി നാം മനുഷ്യൻ ബന്ധപ്പെടുമ്പോൾ എന്തെല്ലാം അഖ്ലാഖാണോ, എന്തെല്ലാം സൽസ്വഭാവങ്ങളാണോ നാം കാണിക്കേണ്ടത്, നാം പുലർത്തേണ്ടത്, അത്തരം ഒരു രൂപങ്ങളെ പ്രതിപാദിക്കുന്ന സൂറത്താണ് സൂറത്തുൽ ഹുജറാത്ത്. ഇവിടെ പരാമർശിക്കപ്പെട്ട ആയത്ത് സൂറത്തുൽ ഹുജറാത്തിലെ ആദ്യ ആയത്താണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഖദ്ദിമൂ ബൈന യദയില്ലാഹി വറസൂലിഹി വത്തഖുല്ലാഹ ഇന്നല്ലാഹ സമീഉൻ അലീം. സൂറത്തുൽ ഹുജറാത്തിലെ ആദ്യ ആയത്താണിത്. എന്താണ് ഈ ആയത്തിൽ പറയുന്നത്? നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ നിങ്ങൾ മുൻകടക്കരുത് എന്നാണ് ഈ ആയത്തിലൂടെ പറയുന്നത്. തഫ്സീറിൽ നമുക്ക് കാണാം, ഫിഅലാലും പ്രവൃത്തിയാലും വാക്കാലും നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുൻകടക്കരുത് എന്ന് തഫ്സീറിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഈ ആയത്തിന്റെ പശ്ചാത്തലം, ഈ ആയത്ത് അവതരിക്കാനുള്ള പശ്ചാത്തലം നാം പരിശോധിച്ചു നോക്കുമ്പോൾ തഫ്സീറുകളിൽ കാണാൻ കഴിയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വെച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവും അഖ്റഅ ഇബ്നു മഅബദിനെയാണോ അഖ്റഅ ഇബ്നു ഹാബിസിനെയാണോ അമീറാക്കേണ്ടത് എന്ന ഒരു അസാരസം അവർക്കിടയിൽ രൂപപ്പെടുകയാണ്. അങ്ങനെ അവരുടെ അസാരസ് രൂപപ്പെടുകയാണ്. ആ ഒരു അവസരത്തിലാണ് ഈ ആയത്ത് ഇറങ്ങുന്നത്. ലാ തുഖദ്ദിമു ബൈന യദയില്ലാഹി വറസൂലിഹി. നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റസൂലിനേക്കാൾ നിങ്ങൾ ഖൗലാലോ ഫിഅലാലോ നിങ്ങൾ മുൻകടക്കരുത് എന്നാണ് ഈ ആയത്തിലൂടെ പറയുന്നത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സദസ്സിൽ ഉണ്ടായിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതിന് മുമ്പ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവും പരസ്പരം തർക്കിക്കുകയാണ്. ഇതൊരു അദബുകേടാണ്. മുഫസ്സിരീങ്ങൾ എണ്ണുന്നുണ്ട്. ഒന്നാമത്തെ അദബായാണ് മുഫസ്സിരീങ്ങൾ ഈ ആയത്തിനെ എണ്ണുന്നത്. ശേഷമുള്ള ആയത്തുകളൊക്കെ നാം പരിശോധിച്ചു നോക്കിയാൽ, ശേഷമുള്ള രണ്ടായത്തുകൾ നാം പരിശോധിച്ചു നോക്കിയാൽ ഇതുപോലെ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട അഖ്ലാഖാണ് അതിലൊക്കെ പറയുന്നത്. ലാ തർഫഉ ഫൗഖ സൗത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശബ്ദത്തേക്കാൾ നിങ്ങൾ ഉയർത്തരുത് എന്നാണ് ഖുർആൻ നമ്മോട് കൽപ്പിക്കുന്നത്. അതുകൊണ്ട് നാം ഒക്കെ സാമൂഹികമായി ബന്ധപ്പെടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെടുമ്പോഴുള്ള, നാം കൂടിക്കാഴ്ച നടത്തുമ്പോഴുള്ള കുറെ അഖ്ലാഖാണ് ഈ സൂറത്ത് ഈ ആയത്തിലൂടെ പറയുന്നത്. ബഹുമാനപ്പെട്ട മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് പ്രബോധനത്തിന് വേണ്ടി അയക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നുണ്ട്, ഓ മുആദേ, നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രബോധനം ചെയ്യുക? നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ പ്രബോധനം ചെയ്യുക എന്ന് മുആദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുമ്പോൾ മുആദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ ബികുതുബില്ലാഹി തആല, ഞാൻ അല്ലാഹുവിന്റെ കിതാബുകളെ കൊണ്ടാണ് ഞാൻ പ്രബോധനം ചെയ്യുക. ഞാൻ യമനിലെ ജനങ്ങൾക്ക് ഞാൻ ശറഅ് അവതരിപ്പിച്ചു കൊടുക്കുക, ഞാൻ പ്രബോധനം ചെയ്യുക, അത് ബികുതുബില്ലാഹി തആല, അല്ലാഹുവിന്റെ കിതാബ് കൊണ്ടാണ്. എന്നാൽ റസൂലുള്ളാഹി ചോദിക്കുന്നുണ്ട്, ആ കിതാബും ഇല്ലെങ്കിൽ മുആദേ നിങ്ങൾ എന്തുകൊണ്ടാണ് പ്രബോധനം ചെയ്യുക? അപ്പോൾ മുആദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ബിസുന്നത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ
സുന്നത്ത് കൊണ്ടാണ് ഞാൻ പ്രബോധനം ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരു ഹദീസ് അത് ജനങ്ങൾക്ക് പഠിപ്പിച്ചുകൊണ്ടാണ് നാം പ്രബോധനം ചെയ്യുക എന്നാണ് മുആദ് റളിയല്ലാഹു അൻഹു പറയുന്നത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നുണ്ട്, ഓ മുആദേ, ഇതുമില്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് പ്രബോധനം ചെയ്യുക? അപ്പോഴാണ് മുആദ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ബിഇജ്തിഹാദി, ഞാൻ എൻ്റെ ഇജ്തിഹാദ് കൊണ്ടാണ് പ്രബോധനം ചെയ്യുക. അപ്പോ ഈ ചരിത്രം നമുക്ക് മനസ്സിലാകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അള്ളാഹുവിനെയും മുന്തിച്ചതിന് ശേഷമാണ് പിന്നീട് മുആദ് റളിയല്ലാഹു അൻഹു അഭിപ്രായം പറയുന്നത്. അതാണ് അദബ് എന്ന് പറയുന്നത്. അപ്പോ നാം ഒക്കെ പൊതു ഇടങ്ങളിൽ നമ്മുടെ ഉസ്താദുമാരായും നമ്മുടെ അധ്യാപകരായാലും നാം ഒക്കെ കൂടിക്കാഴ്ച നടത്തുമ്പോൾ അവിടെ നാം പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്.